ഗായ്സ്, ഇന്നൊരു വെറൈറ്റിക്ക് ഞാനും എൻ്റെ അനിയത്തി ഒരു കുക്കിംഗ് വ്ളോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവർ പോയി കാണുക കേട്ടോ. താഴെ ആരോ മാർക്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നമുക്ക് വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് പാസ്തയാണ് കേട്ടോ. നല്ല ആൽഫ്രഡോ ചിക്കൻ പാസ്തയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഫസ്റ്റായിട്ട് ഞാനിതാ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, സിസ്റ്ററാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഹെയർ കളർ ചെയ്തതും അങ്ങനെ കുറേ സംഭവങ്ങൾ വിശേഷങ്ങൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് നമ്മുടെ ക്യാപ്സിക്കം, ഉപ്പ്, പിന്നെ കുരുമുളക്, ചില്ലി ഫ്ലേക്സ് ഒക്കെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യും വേണം. അപ്പം അനിയത്തിക്ക് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. ഞാനതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ 2 സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് പാസ്ത, അതിനനുസരിച്ചാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. പിന്നെ പാസ്ത ഞാൻ അവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാസ്ത വേവിക്കുന്ന വിധം എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ടിട്ട് വേവിക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ മസ്റ്റാണ്, അല്ലെങ്കിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പിന്നെ പാസ്ത ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ പാസ്ത ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചീസും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് ടേസ്റ്റ് ചെയ്യുന്ന സെക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം അനിയത്തി ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിലും ഇത്രയ്ക്കും ടേസ്റ്റ് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എല്ലാവരും വ്ളോഗ് കണ്ടോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.